വയനാട്ടിലാകെ ഇതിന്റെ ഒരു ആവേശം അലയടിക്കും എന്ന ഉറപ്പാണ്. അത്രയും വലിയ ആവേശത്തോടെയാണ് UDF പ്രവർത്തകർ ഈ കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ അണിനിരക്കുന്നത്. ഞാൻ പോലെ കൽപ്പറ്റ നഗരത്തിലെ കടകളുടെ മുന്നിൽ, കടകൾക്ക് മുകളിൽ, ഫുട്പാത്തിലൊക്കെ ആളുകൾ ഈ റോഡ് ഷോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ മത്സരത്തിൽ അത്ര കുറവ് വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പൊതുജനങ്ങളടക്കം ഈ രാഹുൽ ഗാന്ധിക്കായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനം കോൺഗ്രസ് അല്ലെങ്കിൽ UDF പ്ലാൻ ചെയ്തതുപോലെ അത്തരത്തിലുള്ള ഒരു ശക്തി പ്രകടനം തന്നെയാണ് നടക്കുന്നത്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കുകയാണ്. മുതിർന്ന റോഡ് ഷോയ്ക്കായി കൽപ്പറ്റയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ആവേശം പ്രവർത്തകരിലുമുണ്ട്. 1 മണിക്ക് മുൻപ് തന്നെ സിവിൽ സ്റ്റേഷനിൽ ജില്ലാ ഭരണ സ്ഥിരാ കേന്ദ്രത്തിലെത്തി രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കും. 5 പേർക്കാണ് അങ്ങോട്ട് പോകാൻ അനുമതിയുള്ളത്. എന്തായാലും മുതിർന്ന നേതാക്കളായിരിക്കും രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുക. LDF സ്ഥാനാർത്ഥി ആനി രാജ രാവിലെ തന്നെ പത്രിക ഉച്ചയ്ക്ക് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയും പത്രിക സമർപ്പിക്കും. ഇപ്പോൾ റോഡ് ഷോ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ചുങ്കം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ ഉച്ച വെയിൽ സമയത്ത് പോലും രാഹുൽ ഗാന്ധിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. പ്രവർത്തകരുടെ പങ്കാളിത്തവും വലിയ രീതിയിൽ റാലിയിലുണ്ട്. എന്തായാലും റോഡ് ഷോ ആവേശത്തോടെ പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടി തന്നെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാം രാഹുൽ ഗാന്ധിക്ക് നേരെ പേപ്പർ കഷ്ണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട്, നിറയെ ബലൂണുകൾ ഉയർത്തിക്കൊണ്ട്, രാഹുലിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഇതാ രാഹുലിനായിട്ട് പ്രവർത്തകർ ഒന്നടങ്കം ആ റോഡ് ഷോയുടെ ഭാഗമാവുകയാണ്. വലിയ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളാകും കാണാൻ സാധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ വലിയ സുരക്ഷയോടുകൂടി തന്നെ ആ റോഡ് ഷോ ഇതാ പുരോഗമിക്കുകയാണ്. രാഹുലിനൊപ്പം ഇന്ത്യക്കായി എന്നുള്ള ബോർഡ് സ്ഥാപിച്ച വാഹനത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും VD സതീശനും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും MM ഹസനും ഒക്കെ ഉൾപ്പെടുന്ന നേതാക്കൾ ഇതാ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതാ വാഹനത്തിൽ മുന്നോട്ട് വരികയാണ്. റോഡ് ഷോയെ മുന്നോട്ട് വരികയാണ്. ഇതേ ആവേശം കേരളത്തിൽ ഒന്നടങ്കം എത്തിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആ ചുരത്തിൽ നിറങ്ങി മറ്റെല്ലാ ജില്ലകളിലേക്കും, മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഈ ആവേശം പടർന്നു പിടിപ്പിക്കുക. അതൊരു കഴിഞ്ഞ തവണത്തെ സുനാമിയെങ്കിൽ അതിലും വലിയൊരു സുനാമിയായി തന്നെ ആഞ്ഞടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്, പ്രതീക്ഷയാണ് കോൺഗ്രസിന് മുമ്പിലുള്ളത്. നമുക്ക് അതാ കാണുമ്പോൾ തന്നെ ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് ഷോ ഇപ്പോൾ വയനാട് കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സിവിൽ സ്റ്റേഷനിലേക്ക് കുറച്ചു ദൂരം മാത്രമാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.